ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. ഇന്നാണ് നമ്മൾ ലാസ്റ്റ് കറക്കവും കാര്യങ്ങളൊക്കെ ഇന്നത്തോടെ കഴിയും. ഇന്ന് നമ്മൾ ടൊറൻറ്റോയിൽ ഇവിടെ ഒരു സൂ കാണാൻ വന്നിരിക്കുക. അവിടെ കറങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് കിച്ചണറിലേക്ക് പോയി അവിടെ സ്റ്റേ ചെയ്യൊരു ഹോട്ടലിൽ. അതിനുശേഷം നാളെ രാവിലെ 8 മണിക്ക് അങ്ങോട്ട് നമ്മുടെ ഫ്ലൈറ്റ് തിരിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ലഗേജ് എല്ലാം എടുത്തിട്ടായിട്ട് ഇറങ്ങിയത്. ഇനി ഇവിടുന്ന് സൂ എല്ലാം കണ്ട് ഡയറക്റ്റ് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തി. നമുക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഇതേ സൂ കാണാൻ വന്നു. പക്ഷെ അത്യാവശ്യം ഒന്ന് പൊട്ട വെതറാണ്, മഴയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാട്ടോ. ഇനി ഇവിടുന്ന് ഉള്ളിൽ നമ്മൾ കയറി സൂവിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി ഇവിടുന്ന് ഒരു കുട കിട്ടും. അതൊക്കെ കൊണ്ട് നമുക്ക് ഇൻഡോറും ഉണ്ട് ഔട്ട്ഡോറും ഉണ്ടെന്ന് അവർ പറഞ്ഞത് സൂവിൻ്റെ ഉള്ളിൽ. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പം ഇന്നത്തെ ഇവിടെ പൊട്ട വെതറാണ് കേട്ടോ. ഒന്ന് മഴ ദിവസമാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മഴ ആകെ അലമ്പ്. പിന്നെ ഇവിടെ വരെ വന്നിട്ട് സൂ കാണാതെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി ഇവിടെ ടൊറൻറ്റോ ഫുള്ളും. അപ്പോൾ പിന്നെ ഇതും കൂടെ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു. സൂ അത്യാവശ്യം ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ റെയിൻ കോട്ട് വാങ്ങിച്ചു. പിന്നെ എല്ലാവരും കയറാൻ നിൽക്കുക. പിന്നെ ഇവിടെ നിന്നൊരു ബസ് പോലെയുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ചോദിക്കാൻ നിൽക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ബസ് സർവീസിനെ കുറിച്ച് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുട വാങ്ങിച്ചിട്ട് ഇങ്ങനെ നടക്കാമെന്നാണ് വിചാരിച്ചത്. മഴയുള്ള കാരണം. പിന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു സർവീസ് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ പിന്നെ ഇതിൽ പോകണതല്ലേ നല്ലതെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഓരോ ഇങ്ങനെ സ്റ്റേഷനിൽ നിർത്തും. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഇറങ്ങി ഇങ്ങനെ കാണാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത സ്റ്റേഷനിൽ പോയാൽ നെക്സ്റ്റ് ഈ വണ്ടി വരുമ്പോൾ അതിൽ കയറാം. അപ്പോൾ അതാണ് നല്ലതെന്ന് വിചാരിച്ച് നമ്മൾ റെയിൻ കോട്ട് വാങ്ങിച്ചു, ഇറങ്ങി നടക്കുമ്പോൾ മഴ കൊള്ളാതിരിക്കാൻ. അപ്പോൾ അതേ നമ്മളുടെ ബസ് വന്നു. അപ്പോൾ നമുക്കിനി ഇതിൽ കയറാം കേട്ടോ. ഞാനോടെ ഇങ്ങോട്ട് ആഫ്രിക്കയാണ് കേട്ടോ. നമ്മൾ ആഫ്രിക്ക കാണാൻ എന്ന് വിചാരിച്ചു. ആഫ്രിക്കയാണ് കൂടുതലെന്ന് പറയുന്നത്. നമ്മളിത് ഇവിടെ ഒരു സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടോ. ബസ് സർവീസ് എടുത്തിരുന്നത്. അപ്പോൾ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ ആഫ്രിക്കയുടെ സൂ കാണാനാണ് കേട്ടോ പോകുന്നത്. ആഫ്രിക്കയുടെ ഉണ്ട്, കാനഡയുടെയും ഉണ്ട്. അപ്പോൾ ആഫ്രിക്കയാണ് കുറച്ചും കൂടെ കൂടുതലെന്ന് പറഞ്ഞത്. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ്റെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ എല്ലാ 15 മിനിറ്റ് കൂടുമ്പോൾ ബസ് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി കാണാം. അപ്പോൾ ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര പൊട്ടയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ഒരു റെയിൻ കോട്ട് പോലത്തെ വാങ്ങിയിട്ടു. ഇനി നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ആഫ്രിക്കയുടെ സെക്ഷനുണ്ട്, കാനഡയുടെ സെക്ഷനുണ്ട്. ആഫ്രിക്കയാണ് കുറച്ചും കൂടെ കൂടുതൽ ഉള്ളതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇവിടെ കാണാൻ വേണ്ടി വന്നു.
നമുക്ക് ഈ സുബൽ വന്നിട്ട് അത്രയും കാര്യമായിട്ട് എനിമൽസിനെയും ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ, കാരണം മഴയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂട്ടിൽ പോയി കിടന്നുറങ്ങുമായിരുന്നു. അത് കാരണം നമുക്കും അങ്ങനെ ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് ടൈം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഒരു 4-5 മണിക്കൂർ കാണാനുള്ളതുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മളിത് അവിടെ നിന്ന് നെക്സ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ബസ് കയറിയിട്ട് ഇപ്പം നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് പോവാണ് കേട്ടോ. നമ്മളിവിടെ ഇനി ഇങ്ങനെ കാണുന്നില്ല എന്ന് വിചാരിച്ചു. നമുക്കിനി 6:30 ആകുമ്പോഴേക്കും കിച്ചണറിൽ എത്തണം, വണ്ടി കൊടുക്കണം. അപ്പോൾ നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഷോപ്പിൽ കയറി ലൈറ്റായിട്ട് കോഫിയെല്ലാം കുടിച്ചു. അതിൻ്റെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി നമ്മൾ നേരെ നമ്മുടെ ഒണ്ടാരിയോ കിച്ചണറിക്കാണ് കേട്ടോ പോകുന്നത്. എയർപോർട്ടിൻ്റെ അവിടെയാണ് അവർ പിക്കപ്പ് ചെയ്യാൻ വരിക. അപ്പം നമ്മളിതാ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ വരുന്ന വഴി ഫുഡെല്ലാം കഴിച്ചു കേട്ടോ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട്. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ ഫോൺ ഓഫായിരുന്നു. അങ്ങനത്തെ നമ്മൾ ഡയറക്റ്റ് എയർപോർട്ടിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ എയർപോർട്ടിൽ നമ്മുടെ വണ്ടി പിക്കപ്പ് ചെയ്യാനുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ എത്തി ലഗേജ് എല്ലാം എടുത്ത് അവർക്ക് വണ്ടി കൊടുത്ത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു നിന്ന് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. നമുക്ക് ഫസ്റ്റ് പ്ലാൻ എയർപോർട്ടിൽ നിൽക്കാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യാം എന്നാണ് കേട്ടോ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത്. അപ്പം നമ്മളിതാ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോയോണ്ടിരിക്കുകയാണ് ലഗേജ് എല്ലാം കൊണ്ട്. അപ്പോൾ അതാ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫോണെല്ലാം ചാർജ് ചെയ്ത് നെക്സ്റ്റ് പ്ലാൻ ആലോചിച്ചിരിക്കുമ്പോഴേക്കും ചേട്ടനും നിതിൻ ചേട്ടനും വിമലും കൂടെ പുറത്ത് പോയിട്ട് സ്റ്റേയുടെ കാര്യം നോക്കി. അങ്ങനത്തെ ഒരു ഹോട്ടലിൽ അവർ ബുക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ കുറച്ച് പേര് ഇതാ ഇവിടെ നിന്ന് ഊബർ ബുക്ക് ചെയ്തിട്ട് ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത്. അവരവിടെ ഇരിക്കുകയായിരുന്നു. ആൻഡ് നമ്മൾ കോട്ടിയാട് ബൈ മാരിയറ്റിലാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. അപ്പോൾ നമ്മൾ ലൊക്കേഷനെല്ലാം പറഞ്ഞു കൊടുത്ത് അവിടെ എത്തി. അവിടെ എത്തിയതിന് ശേഷം നമ്മുടെ ലഗേജെല്ലാം എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി കേട്ടോ. അപ്പോൾ 2 റൂമായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു റൂമിൽ ഫുള്ളും ലേഡീസും ഒരു റൂമിൽ ഫുള്ളും ജെൻസും അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ലഗേജ് എല്ലാം കൊണ്ട് റൂമിൽ വെച്ചതിന് ശേഷം നമ്മൾ അടിയിൽ വന്ന് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അപ്പോൾ അടിയിൽ കുറച്ച് പരിപാടീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 കോക്ടെയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വിത്തൗട്ട് ആൽക്കഹോൾ. അതിനുശേഷം അത് കുടിച്ചതിന് ശേഷം നമ്മൾ പോയി കിടന്നു കേട്ടോ. പിന്നെ അതിങ്ങനെ ലേറ്റൊന്നും ആക്കിയില്ല. ഫുഡ് കഴിക്കാൻ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കുറച്ച് പേര് പുറത്ത് പോയി കഴിച്ചു കേട്ടോ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.